ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. കർത്താവിൻ്റെ നിസ്തുല്യ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഒരിക്കൽ കൂടെ ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് അങ്ങേ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ശബ്ദത്തിൻ്റെ സാരമല്ലാത്ത പ്രയാസം മൂലം 14 ആഴ്ചകൾക്ക് ശേഷമാണ് നിങ്ങളോട് വചനവുമായി സംവദിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ നൽകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ ഓർത്ത എല്ലാ പ്രിയപ്പെട്ടവരോടും ദൈവനാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തിലെ 6-ാം അധ്യായത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങ് കേൾക്കുന്നത് 61-ാമത്തെ എപ്പിസോഡാണ് ശമൂവേലിൻ്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ളത്. 6-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിച്ചു കേൾപ്പിക്കാം. യഹോവയുടെ പെട്ടകം 7 മാസം ഫെലിസ്ത്യ ദേശത്ത് ആയിരുന്നു. ഒരിക്കലൂടെ വായിക്കട്ടെ. യഹോവയുടെ പെട്ടകം 7 മാസം ഫെലിസ്ത്യ ദേശത്ത് ആയിരുന്നു. ദൈവത്തിൻ്റെ പെട്ടകം ഇസ്രായേൽ ജനത്തിന് നൽകുമ്പോൾ അവിടുത്തെ ആഗ്രഹം എന്തായിരുന്നു എന്നുള്ളത് ദൈവവചനത്തിൽ നിന്ന് വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവജനത്തിൻ്റെ മധ്യേ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണം എന്നുള്ള ദൈവികമായ നിർബന്ധമാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നത് നീണ്ട 7 മാസം ദൈവജനത്തിൻ്റെ വിരോധികളും വിഗ്രഹാരാധികളുമായ ഫിലിസ്ത്യരുടെ ദേശത്ത് ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ആയിരുന്നു എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഇത് ദൈവത്തിൻ്റെ കഴിവുകേടല്ല. സർവശക്തനായ ദൈവത്തിന് അവിടുത്തെ സർവശക്തിക്കോ സർവജ്ഞാനത്തിനോ സർവവ്യാപകത്വത്തിനോ ഒരു യുഗങ്ങളിലും കുറവ് വരുന്നില്ല. എന്നാൽ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ പെട്ടകം ദൈവജനത്തിൻ്റെ ശത്രുക്കളായിട്ടുള്ളവരുടെ മധ്യേ പോയത്? അതിൻ്റെ ഉത്തരം ഇസ്രായേലിൻ്റെ പാപമാണ് എന്നുള്ളതാണ്. ദൈവം അത്രമാത്രം തൻ്റെ ജനത്തിൻ്റെ പാപജീവിതത്തിൽ അതൃപ്തിയുള്ളവനായി തീർന്നു എന്നാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവജനത്തിൻ്റെ മധ്യത്തിലുണ്ടായിരുന്ന പാപം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഹൃദയത്തെ അത്രമാത്രം സങ്കടപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ കുറവുകൾ സ്വർഗത്തിലെ ദൈവം വളരെ സങ്കടപ്പെടുന്നതിന് കാരണമായി തീരുന്നുണ്ട്. എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോൾ നാം വായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. ആ ഭാഗം പഠിച്ചു നോക്കുമ്പോൾ ദൈവജനം പാപം ചെയ്യുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ഇവിടെ തൻ്റെ ജനത്തിൻ്റെ മധ്യേ ഇരുപ്പാൻ ദൈവം നൽകിയ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഇസ്രായേലിൻ്റെ ശത്രുക്കളുടെ കരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ, ദൈവ വിരോധികളുടെ ആയവരുടെ കയ്യിലേക്ക് ചെല്ലുമ്പോൾ ദൈവം തൻ്റെ ജനത്തിൻ്റെ പാപം മുഖാന്തരം അത് അനുവദിച്ചു എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എത്രമാത്രം വിശുദ്ധിയോടെ ദൈവജനം ജീവിക്കണം എന്നുള്ള ഒരു മുന്നറിയിപ്പ്, ഓർമ്മപ്പെടുത്തൽ നമുക്ക് ഇവിടെ കാണുവാൻ കഴിയുന്നു. ഇന്ന് പല കുടിവരവുകളിൽ ഒരു ന്യൂനപക്ഷത്തിലാണെങ്കിൽ കൂടെ ദൈവ സാന്നിധ്യം നഷ്ടപ്പെട്ടതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവവചനത്തിന് അനുസരണ മനോഭാവം കാണിക്കാതെയും ജീവിതത്തിൽ വന്നുപോകുന്ന പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിക്കാതെയും വചനപ്രകാരം ജീവിക്കാതെയും ദൈവത്തെ ആരാധിക്കുവാനും മറ്റ് കാര്യങ്ങൾക്കും കൂടി വരുമ്പോൾ സാധാരണ ചിന്തിക്കുന്നത് പോലെയല്ല ദൈവം അവിടേക്ക് എഴുന്നള്ളി വരികയില്ല. ദൈവത്തിന്
തൻ്റെ ജനത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്നത് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയമാണ് എന്ന് ഈ 6-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണുവാൻ കഴിയുന്നു. നമ്മുടെ മധ്യത്തിൽ പാപമുണ്ട് എന്ന് ദൈവം പലതവണ ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തട്ടെ, നാം ഹൃദയപൂർവ്വം കർത്താവിനോട് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് തിരികെ വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇല്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യേ സംഭവിച്ചതുപോലെ ദൈവസന്നിധിയിൽ ദുഃഖകരമായിട്ടുള്ള വസ്തുതകൾ ദൈവജനത്തിന് സംഭവിക്കുമെന്നുള്ളത് വചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്ന വിഷയമാണ്. തീർച്ചയായിട്ടും സാർവത്രിക സഭ കർത്താവിൻ്റെ വരവ് വരെ ഈ ഭൂമിയിൽ ഉണ്ടാകും എന്നുള്ളതിന് ഒരു സന്ദേഹവുമില്ല. എന്നാൽ തിരുവചനം പഠിച്ചു നോക്കിയാൽ, ചരിത്ര സംഭവങ്ങൾ പഠിച്ചു നോക്കിയാൽ, പ്രാദേശിക തലങ്ങളിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്താതിരുന്ന അനേക കൂടിവരവുകൾ ഇന്ന് ഇല്ല എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്ന വിഷയമാണ്. അതുകൊണ്ട് നാം ഉൾപ്പെടുന്ന പ്രാദേശിക സഭയുടെ നിലനിൽപ്പിന് നമ്മുടെ വിശുദ്ധി കൂടെ അനിവാര്യമാണ്. നാം സാക്ഷ്യത്തോടെ ജീവിക്കുന്നില്ലെങ്കിൽ പ്രാദേശിക സഭകളിലെ നിലവിളക്കുകൾ മാറ്റപ്പെടുവാൻ സാധ്യതയുണ്ട്. അത് ഭയാനകമായിട്ടുള്ള, ഏറ്റവും ദുഃഖകരമായിട്ടുള്ള വസ്തുതയാണ് എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. ഇതിൽ ശുശ്രൂഷകന്മാർക്കും വിശ്വാസികൾക്കും ഒരേപോലെ പങ്കുണ്ട്. ദൈവമാക്കി വെച്ച ദൈവ ശുശ്രൂഷകന്മാർ വളരെ വിശ്വസ്തയോടുകൂടെ, ആത്മഭാരത്തോടുകൂടെ, പ്രാർത്ഥനയോടുകൂടെ വേണം കർത്താവിൻ്റെ ശുശ്രൂഷ ദൈവസഭകളിൽ നിർവഹിക്കുവാനായിട്ട്. വ്യക്തിപരമായ യാതൊരു താല്പര്യങ്ങൾക്കും ദൈവസഭയ്ക്കുള്ളിൽ ദൈവം നമുക്ക് അനുവാദം തരുന്നില്ല. വളരെ ആത്മഭാരത്തോടെ ഏൽപ്പിച്ച ആടുകൾക്ക് വേണ്ടി ജാഗരിക്കുന്നൊരു ജീവിതം ദൈവദാസന്മാർക്ക്, ദൈവ ശുശ്രൂഷകന്മാർക്കുണ്ടാകണം. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കർത്താവ് തരുന്ന ദൈവവചനത്തിൻ്റെ പ്രകാശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവമാക്കി വെച്ചിട്ടുള്ള ദൈവദാസന്മാർക്ക് കീഴടങ്ങി, സഭയുടെ ആത്മീക നേതൃത്വത്തിന് കീഴടങ്ങി, ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ഏറ്റവും നന്നായി വിശുദ്ധിയോടെ വചനപ്രകാരം ജീവിപ്പാൻ തന്നെത്താൻ സമർപ്പിക്കണമെന്നും കർത്താവ് ആഗ്രഹിക്കുക. ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഇസ്രായേൽ ജനത്തിന് സംഭവിച്ച കാര്യം തന്നെ വരുവാനുള്ള സാധ്യതയുണ്ട്. ദൈവത്തിൻ്റെ പെട്ടകം ഇസ്രായേലിൻ്റെ മധ്യത്തിൽ നിന്ന് ശത്രുവിൻ്റെ കരങ്ങളിലേക്ക് പോകുമ്പോൾ ഇസ്രായേലിൻ്റെ പാപത്തിൻ്റെ ഭയാനകത്വമാണ് സ്വർഗത്തിലെ തമ്പുരാൻ വിശുദ്ധ തിരുവെഴുത്തിലൂടെ നമുക്ക് മുന്നറിയിപ്പായിട്ട് ഓർമ്മ നൽകി തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭകൾക്ക് വേണ്ടി കരയുവാൻ, നാം ആയിരിക്കുന്ന പ്രാദേശിക സഭകൾ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് കർത്താവിൻ്റെ നിറവിൽ നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തെ ശുശ്രൂഷിപ്പാനും നമുക്ക് കഴിയേണ്ടതിന് നമ്മുടെ ജീവിതത്തിൽ വരുന്ന അശുദ്ധികളോട് നമുക്ക് വിട പറയേണ്ടതായിട്ടുണ്ട്. പാപം വരാതെ ദൈവകൃപയ്ക്ക് മുൻപിൽ നമ്മളെ തന്നെ വീണ്ടും സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ട് ഇന്നത്തെ ലഘുചിന്ത മുഖാന്തരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. ദൈവം അങ്ങേ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.